കളർ കോമ്പിനേഷൻ അല്ലേ ഡ്രസ്സിന്റെ? വിഷ്വല് ഭയങ്കര രസമുണ്ടാ അല്ലേ? പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയന്റെ സച്ചിൻ മൂവിയിലെ ആ മർമ്മ പ്രധാനമായ രംഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആ ഒരു സൈക്കോ സീന് സത്യം പറയാൻ എനിക്ക് ആ സീൻ കണ്ടപ്പോ ദേഷ്യം വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സീനായി പോയത്. അത് ആ ഒരു 30 ദിവസം ചലഞ്ച് ഇങ്ങനെ കഴിയുന്ന ദിവസം കറക്റ്റ് ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ വിജയന് അത്രയും ഡയലോഗ് പറഞ്ഞിട്ടും അവസാനം ഏകദേശം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കെട്ടിപ്പിടിച്ച് ഇഷ്ടം പറയാൻ തോന്നിയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അത് മാത്രല്ല, പക്ഷെ വിജയണ്ണന്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇതെല്ലാം ഇങ്ങനെ കുക്ഡപ്പ് ചെയ്തൊരു സംഭവങ്ങളല്ലേ, അത് എനിക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട്. വിഭാഷ ബസ് വരുന്നു, കുട്ടി ഹോസ്പിറ്റലില്, പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ ആ ഫൈറ്റ്, റെയിൻ ഫൈറ്റ് എല്ലാം കാണുമ്പോ എവിടേക്ക് ഒരു ചില മറ്റേ സംഭവം തോന്നുന്നുണ്ട്. മിസ്റ്ററി ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഉള്ളത്. പക്ഷേ റിയലായിട്ട് നടക്കാം, വേറെ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഈ കാലത്ത് കാണുന്ന സിനിമ ആയതുകൊണ്ട് അങ്ങനെ ആവാം. നമുക്ക് നോക്കാം. എന്തായാലും അടുത്തൊരു സോങ് ആണ്. സോങ്ങിന്റെ പേര് ഗുണ്ടുമാങ്ങ തൊപ്പിക്കുള്ള. കുറെ തവണ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഇതിന്റെ വിഷ്വല് കാണാത്തോണ്ട് ഇതിനകത്ത് വന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സർപ്രൈസ് ആയി. ഈ പാട്ട് ഈ സോങ് ഈ പടത്തിലോ ഈ പടത്തിലുള്ള ഭയങ്കര കാരണം നമുക്കറിയാം വിജയന്റെ പാട്ടാന്ന് എനിക്കറിയാം, പക്ഷെ ഈ പടത്തിലാന്നുള്ള വിജയന്റെ പാട്ടാന്ന് പോലും അറിയില്ല. വിജയന്റെ പാട്ട് എനിക്കറിയായിരുന്നു. കാരണം നമ്മൾ ആ ഒരു അങ്ങനത്തെ ടൈപ്പ് മാമ്പഴം ഗുണ്ടുമാങ്ങ പിന്നെ അപ്പടിപ്പോട് ആ ഒരു സ്റ്റൈല് പാട്ട്. അപ്പൊ തന്നെ നമുക്ക് നേരെ ആ സോങ്ങിലിട്ട് പോവാം. സോങ് പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റ് മാലതി ലക്ഷ്മണനാണ്. ഒരു മറ്റേ തെലുഗു ടൈപ്പ് സോങ് തന്നെയല്ലേ ബീറ്റ് ഒക്കെ. പക്ഷെ ജനീലിയ ഇതിനകത്ത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഗുണ്ടുമാങ്ങ ജനീലിയ നോക്കാം. തുടങ്ങിയാലോ? യാരുടെ നേരത്തെ കൈപിടിച്ച് എക്സ്പ്രഷനാ രണ്ടുപേരുടെ മുഖത്ത്.
കോമ്പിനേഷൻ അല്ലേ ഡ്രസ്സിന്റെ? വിഷ്വല് ഭയങ്കര രസമാ അല്ലേ? മാറ്റി പാടില്ല. രണ്ടുപേരും എന്താ പറയാ, പക്ഷെ വോയിസ് ഒക്കെ എങ്ങനെയൊക്കെ മാച്ച് ആവുന്നുണ്ട്. എങ്ങനെയൊക്കെ മാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തോന്നില്ല. ഫസ്റ്റ് പെട്ടെന്ന് എന്താ പറയാ, വിജയന്റെ ആ ഒരു വോയിസ് വരുന്ന സമയത്ത് അയ്യോ തോന്നുന്നു. പക്ഷെ ലോങ് ഷോട്ടിൽ കാണിക്കുന്ന സമയത്ത് ഗംഭീര. അത് മാത്രമല്ല സോങ് ഒന്ന് ഡെവലപ്പായി വരില്ലേ, കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് നല്ല ഫസ്റ്റ് ചരണൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്താ സംബന്ധിച്ച് നമ്മൾ അപ്പോഴേക്ക് ആ സോങ്ങിൽ ഭയങ്കര അഡിക്റ്റ് ആവട്ടോ. എനിക്ക് ഒരു 4 ലൈൻ കേൾക്കുമ്പോ തന്നെ ഏകദേശം ഈ ഒരു സോങ്ങിൽ നമ്മൾ അഡിക്റ്റ് ആവും. അപ്പൊ നമ്മൾ അറിയില്ല ആരാ അവിടെ ഉള്ളത്, എന്താ ചെയ്യുന്നത് നോക്കില്ല. ഭയങ്കര ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വിജയേട്ടനായാലും ജനീലായാലും രണ്ടുപേരും ഭയങ്കര എനർജിയിലാണ് കളിക്കുന്നത്. രണ്ടുപേരും തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട് സോങ്ങിൽ കംപ്ലീറ്റ്ലി. ഒരു സ്റ്റെപ്പ് ആണെങ്കിലും ഭയങ്കര എന്താ പറയാ ഫ്ലോ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് മാത്രല്ല പാട്ടിനകത്തുള്ള സ്റ്റെപ്പാണ് കളിക്കുന്നത്. ജനീലെ ശരിക്കും ആ ഒരു നാട വേഷത്തിൽ ആ ലാസ്റ്റ് വന്ന ആ മുടിയിച്ചിട്ട വേഷത്തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ നാട വേഷത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതായത് ഈ പ്രത്യേകിച്ച് ഈ ഒരു മൂവിൽ സ്റ്റാർട്ടിങ് തൊട്ട് കാണിച്ച ലുക്കിനേക്കാൾ നല്ല ലുക്ക് ഉണ്ട് ശരിക്കും ഈ പാട്ടില് അല്ലെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ ഈ പാട്ടില് ജനീലിയ നമ്മളെപ്പോഴും ബോയ്സിലെ ജനീലിയനെയാണ് മനസ്സിലായിട്ട് വരുന്നത്. നമ്മള് സോങ് ഉണ്ടല്ലോ വിഷ്വലി കാണാണ്ട് വെറുതെ കേൾക്കാണെങ്കിൽ ഒരിക്കലും തോന്നില്ല ജനീലിയാണ്. പിന്നെ വിജയാനന്ദ സോങ് കാണാൻ പെട്ടെന്ന് തോന്നില്ല. കാരണം രണ്ട് സിംഗേഴ്സിന്റെയും വോയിസിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പാട്ടിന് അവർ തന്നെ ആപ്റ്റ്. കാരണം എന്താ പറയാ, അടിച്ചോളി പാട്ടാണ്, എനർജി സോങ് ആണ്. അതാണ് വേറല്ലാതെ. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. എന്താ സമയം ഏകദേശം ക്ലൈമാക്സിനോട് അടുക്കാൻ ഒരു പാട്ടും വന്നേക്കണം. അതെന്തായാലും ആ സമയത്ത് ഒരു സ്റ്റൈലാ തോന്നുന്നു. ഏകദേശം ഇന്ത്യൻ മൂവി ആണെങ്കിലും തളപതി ആണെങ്കിലും മുതൽവനാണെങ്കിലും അപ്പൊ ഈ മൂവീസ് ഒക്കെ ഏകദേശം NTR ആവില്ല. NTR ആകുമ്പോൾ ഒരു പാട്ടിങ്ങോട്ട് വരും. ആ പാട്ടെന്ന് വെച്ചാൽ നമ്മളൊക്കെ പല വട്ടവും കേട്ട സോങ് ആയിരിക്കും. അത് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. ആ സമയത്താണ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓടിച്ചിരിക്കുന്നത് എന്റെ അവനെ എവിടെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു അർത്ഥങ്ങൾ ഉണ്ടാവട്ടെ. അവര് വെറുതെ ഒരു പാട്ട് കൊണ്ടൊന്നും ഇടുന്നതല്ല, എന്തെങ്കിലും ഒക്കെ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. സച്ചിൻ.